അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. 2 Corinthians chapter 2 verse 11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സാത്താന്റെ സണ്ണി ഏൽപ്പിച്ചു കൊടുക്കരുത്. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പോസ്തലൻ വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ അവസരം കൊടുക്കരുത്. സാത്താന് നമ്മൾ അവസരം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ സകലത്തിലും മതിയായവൻ. നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്റെ വിഷയത്തിന് മേൽ അവിടുന്ന് വിടുവിക്കണമേ. മറുഭാഗത്ത് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നു, എന്റെ വേദന ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല, എന്റെ ഭാരം വിട്ടുപോകുന്നില്ലല്ലോ എന്ന് ഒരു ഭാഗത്ത് നമ്മൾ വേദനയോടുകൂടിയിരിക്കുന്നു. മറുഭാഗത്ത് നമ്മൾ ദൈവത്തിനെ നിലവിളിക്കുകയും ചെയ്യുന്നു. വേറൊരു ഭാഗത്ത് സാത്താൻ നിന്റെ വേദന, നിന്റെ ഭാരം, നിന്റെ കുടുംബമെന്ന് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് ശക്തമായി വിളിച്ചു പറയുന്നു, സാത്താൻ നിന്നെ തോൽപ്പിക്കുവാൻ നീ ഇടം കൊടുക്കരുത്. നീ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുക, എന്റെ കർത്താവിന്റെ ഭാരങ്ങളെ മാറ്റുന്നവനാ, എന്റെ കർത്താവിന്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാ. ഓ, എനിക്കൊരു പ്രയാസം വരുന്നതിന് മുമ്പേ എന്റെ കർത്താവ് വിടുതൽ അയച്ചിട്ടുണ്ട്. അതെന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓ, എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, എന്റെ വിടുതലുകൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് ആമേൻ ദൈവസ്ഥനെ വിളിച്ചു പറയുന്ന ദൈവജനത്തെ എന്നേക്കുമായി വിടുവിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രികാലം ദൈവസന്നിധിക്കുന്ന ദൈവജനമേ, സാത്താൻ നമ്മെ തോൽപ്പിക്കുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. നമ്മൾ സാത്താൻ അടിമയായി തീരരുത്. നമ്മൾ ദൈവത്തിന്റെ പൈതങ്ങള് വിശ്വാസത്തോടെ സാത്താന്റെ തലയെ ഒന്ന് തകർക്കാം. പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് എങ്കിൽ ആമേ സാത്താന് നീ കൊണ്ടുവന്നിരിക്കുന്ന പ്രശ്നത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞോട്ടാ. പ്രതിസന്ധികളുടെ മധ്യത്തിലാണോ സാത്താനെ ഇതിൽ നിന്നൊന്നും എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കുവാൻ കഴിയത്തില്ല. ഓ, ഞാൻ ഇതിന്റെ മധ്യത്ത് എന്റെ ദൈവത്തെ ഉയർത്തുമെന്ന് വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ആമേൻ അവിടെ വിടുതൽ ഉറപ്പാ. വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം വിശ്വാസത്യാഗിയായ യോബിനെ കുറിച്ച്. യോബിനെ പിശാച് പരീക്ഷിച്ച് ഇപ്പോഴവൻ പാപം ചെയ്യുമെന്ന്. ഓ, സാത്താൻ എങ്ങനെയെങ്കിലും അവനെ പാപത്തിലേക്ക് വലിച്ചയക്കുവാൻ നോക്കിയപ്പോൾ വിശ്വാസത്തിന്റെ നായകനായ ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട്, സാത്താനെ നിന്റെ പരീക്ഷണത്തിൽ ഞാൻ അകപ്പെടത്തില്ല. എന്റെ സമ്പത്തുകൾ എടുക്കപ്പെട്ടാലും, എന്റെ ഭാര്യ മക്കളെയും എടുക്കപ്പെട്ടാലും, ആമേൻ എന്റെ ജീവൻ തന്നെ പോകേണ്ടി വന്നാലും, ആമേൻ ഞാൻ എന്റെ ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചതുപോലെ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നവന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഇയ്യോബ് എന്താ പറഞ്ഞെന്നറിയാമോ? വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ. ജോബ് ചാപ്റ്റർ 1 verse 21 and 23. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു.
ഇതിലൊന്നും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിൽ കുറ്റം ആരോപിക്കുകയോ ചെയ്തില്ല. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ നമുക്കറിയാം എന്നുള്ളതാണ്. നമ്മൾ അതിൽ ജയം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. യോബ് ദൈവസനെ പറഞ്ഞു, നഗ്നനായി ഞാൻ എന്റെ അമ്മയോട് ഗർഭപാത്രത്തിൽ നിന്ന് മുറിവായി ഈ നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ വിളിച്ചു പറഞ്ഞു, ആ മായ സകലതും മായ, ഈ കാണുന്നതെല്ലാം മായ. എന്ന് ദൈവസമീരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം തന്ന കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചതുപോലെ നമ്മളും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയിക്കേണ്ടവരാ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ ജയിക്കുന്നവരായി തീർന്നാൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വിടുതലും ദൈവിക സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതം വിശ്വാസം ഏൽക്കുന്നതോടുകൂടി കഴിഞ്ഞില്ല. ഒരു വിശ്വാസിയുടെ ജീവിതം സഭായോഗം കൂടിയത് കൊണ്ട് കാര്യമായില്ല. ഒരു വിശ്വാസിയുടെ ജീവിതം എല്ലാ നിമിഷവും അവൻ പോർക്കളത്തിലാണെന്ന് ഓർത്തുകൊള്ളണം. അവന്റെ കൂടെ ദുഷ്ടപിശാച് ഏത് വിധമായ നാനാവിധമായ പരീക്ഷണങ്ങള് തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ സഭയിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥനയോടുകൂടി എല്ലാ സമയവും ദൈവത്തിന്റെ സമയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കെതിരായി ഒരു ശക്തിയും അവൻ ഉയർന്നു വന്നാലും അതിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ ദൂതനുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, അവൻ ദൈവത്തിന്റെ ദൂതൻ ശത്രുക്കളെ അടിച്ചതായി നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കെതിരായി നിൽക്കുന്ന ശത്രുവിന്റെ പോരുകളെ, നമുക്കെതിരായി നിൽക്കുന്ന രോഗബന്ധനത്തെ, നമുക്കെതിരായി നിൽക്കുന്ന ശാപബന്ധനത്തെ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ ദൂതന് കഴിവുണ്ട്. ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണം. ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നഗ്നനായി വന്നു, ഈ നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. എന്റെ ദൈവം തന്നു, എന്റെ ദൈവം എടുത്തു, എന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഓ ജാതികളുടെ ഇടയില്, ചാച്ചക്കാരുടെ ഇടയില് കീഴിപ്പിടിച്ച് കുത്തിപ്പിടിച്ച് നിൽക്കുവാനല്ല, പരീക്ഷണത്തിൽ അകപ്പെട്ട മനോഭാരത്തോടു കൂടി നിൽക്കുവാനല്ല, ചങ്കൂറ്റത്തോട് തന്റെ ഇടത്തോട് എന്റെ കർത്താവിന്റെ പൈതലാ ഞാൻ. എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ യേശു എന്റെ ബാക്കി കാര്യങ്ങൾ കാത്തുകൊള്ളുമെന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കും. അവൻ ഏതാഴത്തിൽ പോയാലും ആഴങ്ങൾ അവനെ വിഴുങ്ങത്തില്ല. ദൈവകൃപ ഉണ്ടായിരുന്ന ഒരു തരം നമുക്കറിയാം. യോനയെ ദൈവ വിളിക്ക് വിരോധമായിട്ട് കപ്പലിൽ കയറി കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിയവനെ ദൈവത്തിന്റെ ഹിതം നിറവേറേണ്ടതിനാൽ ദൈവപ്രവർത്തി കപ്പലിന്റെ മേൽ വെളിപ്പെട്ട് കപ്പലിനെ വല്ലാതെ ആടി ഉലച്ചപ്പോൾ ആരാണ് ഇതിന് കാരണക്കാരൻ, ഉത്തരവാദികളെന്ന് വേണ്ടപ്പെട്ടവർ തിരക്കി വന്നപ്പോൾ കുറ്റബോധത്തോട് എന്റെ അടുത്ത് കടലിലേക്ക് എറിയുവാൻ കഴിഞ്ഞു പറഞ്ഞു. എങ്കിലും അവൻ ദൈവം അവനെ എന്നേക്കുമായി നശിപ്പിച്ചിട്ടില്ല. അവനെ കരുതുവാനായി കടലിലെ കടലാനിയെ ദൈവം കൽപ്പിച്ചാക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടത് കരുതുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അഭിഷേകമുള്ളവനെ തകർത്തു കളയത്തില്ല. അഭിഷേകമുള്ളവനെ പരീക്ഷിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ അഭിഷേകമുള്ളവൻ അവൻ അധികാരത്തോടുകൂടി നിൽക്കുമ്പോൾ പരീക്ഷകനും അവന്റെ അടുക്കൽ വരത്തില്ല. അഭിഷേകമുള്ളവൻ അധികാരത്തോടുകൂടി നിൽക്കുമ്പോൾ പരീക്ഷകൻ അവന്റെ അടുത്ത് വരുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ അഭിഷേകമുള്ളവൻ പരീക്ഷയിൽ അകപ്പെട്ടാൽ അവനൊരു യുദ്ധം നേരിടേണ്ടി വരും. അനുസരണക്കേട് കാണിച്ചവനൊരു യുദ്ധം 3 നാള് കടലാനയുടെ വയറ്റിനകത്തിരിക്കേണ്ടി വന്നു.
നശിപ്പിച്ച് കളയുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്, വിടുവിക്കുന്ന കർത്താവ്. തക്ക സമയത്ത് എന്റെ മകന്റെ ആവശ്യം എന്താണ്, എന്റെ പൈതന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് നമുക്ക് മുമ്പ് ചെയ്യുന്നവരാ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങള്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികള്, നമ്മളിന്മേല് കറ പറ്റിയാൽ നമ്മളതിനെ തൂത്ത് തേച്ച് കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന സാത്താന്യ പോരുകള്, പരീക്ഷണങ്ങൾ എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവസ്ഥനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തലയിൽ എന്തെങ്കിലും കരിയിലയോ എന്തെങ്കിലും വീണ് നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തട്ടിക്കളയും. നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തത് ഒന്ന് ഇരിക്കുവാൻ നമ്മൾ അനുവദിക്കത്തില്ല. അതുപോലെ പിശാചിന്റെ എന്തെങ്കിലും തന്ത്രങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് ആമേ ക്രിസ്തയേശുവിലൊന്ന് ഉറയ്ക്ക. ഉറയ്ക്കുന്നവനെ ഉയർത്തുന്ന ദൈവമാണ്. ജാതികൾ കാണുമ്പോൾ ഒരുപക്ഷെ നീ അല്പം ഞെരുക്കം അനുഭവിക്കുന്നവനായിരിക്കാം. ചിലപ്പോ കഷ്ടത അനുഭവിക്കേണ്ടി വന്നെന്ന് വരാം. വിശ്വാസത്തിന് വേണ്ടി കഷ്ടത അനുഭവിച്ചവരെ ആരെയും ദൈവം വെറും കൈയോടുകൂടി വിട്ടിട്ടില്ല. വിശ്വാസത്താൽ നിന്നത് അനുഭവിച്ചവരെ ആരും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരും ദൈവം ഉയർത്തിയിട്ടേ ഉള്ളൂ, എല്ലാവരും ദൈവം മാനിച്ചിട്ടേ ഉള്ളൂ. സാത്താൻ നമ്മളെ പരീക്ഷിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. സാത്താന്റെ തന്ത്രങ്ങളെ അറിയുന്നവരാ നമ്മള്, സാത്താന്റെ പോരുകളെ അറിയുന്നവരാ നമ്മള്. സാത്താനെ നിനക്ക് എന്റെ മേൽ അധികാരമില്ല, ദോഷപിശാചേ നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ദോഷപിശാചേ 2013 മുതൽ നിനക്ക് എന്റെ ജീവിതത്തിൽ അനുവാദമില്ല. ഞാൻ യേശുവിന്റെ പ്രൊട്ടക്ഷനില്ല. ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ആ ദൈവം ഉയർത്തുന്നത്, ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുക. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു വേലികെട്ടൽ മാത്രമല്ല, അകത്ത് നിറഞ്ഞു കവിഞ്ഞുള്ളൊരു പ്രൊട്ടക്ഷൻ വേണം. നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതുപോലെ നമ്മുടെ വിശ്വാസ ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരട്ടെ. എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. നിന്ന പാത്രമാകുവാനല്ല എന്നെ വിളിച്ചു വേർതിരിച്ചത്. ഞാൻ നന്നായി അറിയുന്നു എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത് നിന്ന പാത്രമായി തീരുവാനല്ല. എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത് മാനപാത്രമായി തീരുവാൻ തന്നെ. അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പേ. ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടെ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുക. വിശ്വസിച്ചാട്ടെ. 2012 വരെ നമ്മൾ യാത്ര ചെയ്യാൻ, വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വണ്ടി സ്വന്തമായി ദൈവം തന്നുവെങ്കിലും വണ്ടിക്കകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് ഇരിക്കുക. സഭായോഗങ്ങളിൽ കൂട്ടായ്മയിൽ കടന്നു വന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2013 മുതൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവ പൈതലേ നിന്നിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, നീ ഒന്ന് ഗിയർ ഇട്, മുൻപോട്ട് പോ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാം. എത്ര പേർ വിശ്വസിക്കുന്നു? സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് വണ്ടി മുമ്പോട്ട് പോകത്തില്ല. സ്റ്റാർട്ട് ചെയ്താൽ മാത്രം വണ്ടി മുമ്പോട്ട് പോകത്തില്ല. ഇത് വർഷങ്ങളെ വിശ്വാസത്തോടെ ഗിയർ ഇട്ടിട്ട് ആക്സിലേറ്റർ ഒന്ന് കൊടുത്തോട്ടെ. ഇന്ന് വരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ദൂരങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുവാൻ കഴിവുള്ളവൻ അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവനെത്രേ നമ്മളെ വിളിച്ചു വേർതിരിച്ചത്, അവനെത്രേ നമ്മളോട് പറയുന്നത്, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. വിശ്വാസ കണ്ണാലൊന്ന് കണ്ടോട്ടെ, വിശ്വാസ കണ്ണാൽ കണ്ടോട്ടെ. ദേശത്തിന്മേൽ ഉണർവ് സംഭവിക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങൾ വിശ്വാസത്തോടുകൂടി ഒന്ന് കണ്ടോട്ടെ. എന്നിട്ട് കിട്ടുന്ന സമയങ്ങൾ ദേശത്തെ നോക്കി ഒന്ന് പ്രാർത്ഥിക്ക്. ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. ദേശത്തെ നോക്കി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ ജാതികളെല്ലാം എന്റെ
ദൈവം എനിക്ക് അവകാശമായി തരാൻ പോകുന്നു. ഈ ജാതികളെല്ലാം എന്റെ ദൈവം എനിക്ക് അവകാശമായി തരാൻ പോകുന്നുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ. ദൈവ പ്രവൃത്തി ഒന്ന് വെളിപ്പെടട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവെങ്കിലേക്ക് നോക്കിയവരെ ആരെയും എന്റെ കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ് വായിക്കാം. റോമർ ചാപ്റ്റർ 8:8. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നിങ്ങളോ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ശരീരം കൊണ്ട് പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അപ്പോ ദൈവമക്കളാകുന്ന നമുക്ക് വേണ്ടിയത് ജഡസ്വഭാവമാണോ ആത്മസ്വഭാവമാണോ? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിന്റെ ആത്മാവുള്ളിൽ വസിക്കുന്നവരെ ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളിൽ വസിക്കുന്നവരെ ആർക്കും തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു ബുൾഡോസർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർവേഡ് ഗിയർ ഇട്ടിട്ട് അതങ്ങ് റണ്ണായിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ? നമ്മൾ പോയിട്ട് തടുത്ത് നിർത്താൻ നോക്കിയാൽ നിൽക്കുമോ? നമ്മൾ 10-50 പേര് പോയി തടുത്ത് നിർത്താൻ നോക്കിയാലും അത് നിൽക്കത്തില്ല. അതിന്റെ ഗിയർ മുമ്പോട്ട് തന്നെ അത് പൊക്കോണ്ടേയിരിക്കും. അതുപോലെ ആയിരിക്കണം ആത്മസ്വഭാവമുള്ളവരുടെ ജീവിതത്തില്. ആരൊക്കെ തടുക്കാൻ നോക്കിയാൽ നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നവൻ, നിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവൻ, നിന്നെ നിർമ്മിത കർത്താവ്, അവൻ ഫോർവേഡ് ഗിയർ ഇട്ടിരിക്കുക. അവൻ പറഞ്ഞിട്ടല്ലോ അത് നിർത്തരുത്. യാത്ര മുൻപോട്ട് വെച്ചോ. കുന്നുകൾ വന്നെന്ന് വരാം, കുഴികൾ വന്നെന്ന് വരാം, സമന്നരം വന്നെന്ന് വരാം, പച്ചപ്പ് വന്നെന്ന് വരാം, മരുഭൂമി വന്നെന്ന് വരാം. ഓ ദൈവകൃപയ്ക്കായി സ്തോത്രം. എന്തൊക്കെ തന്നാലും നിർത്തരുത്. ഇന്ധനം പകർന്നു തരുന്നവൻ കൂടെയുണ്ട്. ഓ ഊർജം തരുന്നവൻ കൂടെയുണ്ട്. മുൻപോട്ടാണോ മുൻപോട്ട് വെച്ചോ. നാമെ കരുതുന്നവൻ കൂടെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിന്റെ ഫലം കാഴ്ചയുണ്ട്. ആത്മസ്വഭാവമുള്ളവനവൻ ആത്മാവിന്റെ പരിവർത്തനം അവനിൽ കൂടി വ്യാപരിച്ചുകൊണ്ട് ഒന്നും അവനൊരു പ്രശ്നമല്ല. അത് കണ്ടിട്ടില്ല, ബുൾഡോസറൊക്കെ കൊന്നാലും കുഴിയാലും അതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. യഹോവയായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളിൽ തന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നത് താറടിയായി പോകുവാനല്ല, ജാതികൾ നമ്മളെ നോക്കി ഉള്ളൂറി ചിരിക്കുവാനല്ല, ജാതികളുടെ മുമ്പ് തല ഉയർത്തി എന്റെ യേശുവിന്റെ മകനായാണെന്ന് പറയുവാൻ തന്റെ ഇടം കാണിക്കുന്ന ദൈവ പൈതല്, നിന്റെ രഹസ്യ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അഭിഷേകത്തിന്റെ ശക്തി നിന്നെ കൂടി ജ്വലിക്കൂ. ഖരാരക ബൗഡൽ ഘടക ബൽ ഘടക ശംബരാരക ബൗഡൽ ഘടക ഉദ്ധരാരക ബൗഡൽ ഘടക. ഒരു ദാവീദിനെ മാനിക്കേണ്ടതിനായി ദാവീദിനൊരു പരീക്ഷ ഉണ്ടായിരുന്നു. ആമേൻ. ദാവീദിനുണ്ടായിരുന്ന പരീക്ഷ ഗോലിയാത്തിനോടുള്ള യുദ്ധമായിരുന്നു. എന്നാൽ പ്രാർത്ഥനക്കാരനായ ദാവീദിന്റെ മേല് അഭിഷേകമുള്ള ദാവീദിന് ആയുധമെടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ദൈവമക്കളെ, വൻപന്മാരെ, വമ്പൻ സ്രാവുകളെ പ്രാർത്ഥന അനുഭവത്തിൽ ദൈവത്തിനെ മുഴങ്കാൽ മടക്കിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും. ഗ്ലോറി. അത് വിശ്വാസത്താൽ സംഭവിക്കാം.
ദാവീദ് ഗോലിയാത്തിനോട് പോരാടാൻ പോയതിന് മുമ്പ് പ്രാർത്ഥിച്ച് അരമണിക്കൂർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല. മാസങ്ങൾ വർഷങ്ങൾ ദാവീദിനെ വനാന്തരങ്ങളിൽ കൂടി ദൈവം വ്യത്യസ്തമായ പരീക്ഷകളിൽ കൂടി കടത്തി അവൻ ദൈവത്തെ ആരാധിച്ച് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ദാവീദിന് കിട്ടിയത് എന്താണെന്ന് അറിയാമോ? തന്റെ ആടുകളെ കടിച്ചു കീറുവാൻ വന്ന ചെന്നായെ ദാവീദ് രണ്ടായി വലിച്ചിരിക്കുന്നു എങ്കിലാ നമ്മളെ വടിച്ചു കീറി ചിന്തിക്കളയുവാൻ നോക്കുന്ന പിശാചിന്റെ പോരുകളെ തകർത്ത് താറടിയാക്കുവാൻ ദൈവം അധികാരം തന്നിരിക്കുക. ദൈവവൈതലേ, ആത്മാവുള്ളവൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കട്ടെ. ആത്മാവുള്ളവൻ വെറുതെ ഇരിക്കരുത്. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഭാരമേറിയ ജോലിയാണോ? ആ ജോലിയിൽ നിരാശപ്പെടല്. അവിടെ ദൈവത്തെ സ്തുതിക്ക. 10 നിലയുടെ മുകളിൽ ചുമൽ എടുത്തുകൊണ്ട് അവൻ നടന്നു പോകേണ്ടി വന്നാൽ അവിടെ തളർന്നു പോരുത്. ദൈവത്തെ സ്തുതിക്ക. ഈ 10 നിലയുടെ മുകളിൽ നീ തടന്നു പോയതുപോലെ 10 നിലയുടെ മുകളിൽ അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തുന്ന രീതിയിൽ ദൈവം അവിടെ മാനിപ്പാൻ ശക്തനാണ്. നിന്നെ നോക്കി പല്ല് കടിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ നോക്കി അസൂയ കൂറുമാറാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ആമേൻ. നമ്മുടെ ദൈവമോ സകലത്തിലും മതിയായവനത്രേ. നമ്മുടെ ദൈവമോ സകലത്തിന്റെ ഉടയവനത്രേ. നമ്മുടെ ദൈവമോ തന്റെ ഭക്തന്റെ ആഗ്രഹങ്ങളെ സകലം സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവമാണ്. കുറവുകൾ ദൈവം തരുന്ന അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. കുറവുകൾ വരുമ്പോൾ ദൈവത്തെ സ്തുതിച്ചോളണം. ഈ കുറവിനായി സ്തോത്രന്റെ ദൈവം എനിക്ക് വലിയത് ഒരുക്കിയിരിക്കുന്നത് അന്നേരം വിചാരിക്കണം. വേദന വരുമ്പോൾ അന്നേരം വിചാരിക്കണം. കിടന്നു പോകുമ്പോൾ നല്ല വിചാരിക്കേണ്ടത്. ആമേൻ. ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ തുള്ളിച്ചാടാൻ പോകുകയാണ്. 32 സ്വന്തം പുത്രനെ ആദരിക്കാതെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി, പാസശാജിക്ക് വേണ്ടി മാത്രമല്ല, സത്യദാസുവന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഗ്ലോറി. അവരോടുകൂടി സകലതും നമുക്ക് നൽകി തരുവാ ശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. അതിന് 38, 39 വായിക്കാം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്ന സന്തോഷമൊന്നും ഇല്ലല്ലോ നമ്മുടെ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മരണം വന്നാലും ജീവൻ വന്നാൽ എതിർപ്പുകൾ വന്നാൽ, യോബ് പറഞ്ഞു, എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ നഗ്നനായി വന്നു, ഈ നഗ്നനായി തന്നെ ഞാൻ തിരികെ പോകും. എന്റെ ദൈവം തന്നു, എന്റെ ദൈവം എടുത്തു. എന്റെ ദൈവം തന്നു, എന്റെ ദൈവം എടുത്തു. എന്റെ ദൈവം തന്നു, എന്റെ ദൈവം എടുത്തു. ദൈവത്തിന് മഹത്വം. പിശാച് നമ്മുടെ വാക്കുകളിൽ കൂടി നമ്മളെ വീഴ്ചുവാൻ നോക്കിയെന്ന് വരാം. വ്യത്യസ്തമായ പോരാട്ടത്തിൽ കൂടി നമ്മളെ പരീക്ഷിച്ചെന്ന് വരാം. ദൈവമക്കളെ, പിശാചിന് അടിമയായി തീരരുത്. ദൈവത്തെ നമ്മുടെ മുമ്പിൽ വയ്ക്കാം. ആത്മാവിൽ നിറഞ്ഞവരായിരിക്കാം. ആത്മാവ് നിറയുമ്പോൾ പരീക്ഷണങ്ങൾ കൂടി വരും കേട്ടോ. എന്നാൽ ഈ പിശാച് നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് തോൽപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ വരത്തില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുകയും ചെയ്യരുത്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ഓട്ടിച്ചു വിടും തോറും അവൻ മാറി അവന്റെ ശക്തിയെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ലജ്ജിപ്പിച്ച് അവനെ വിടുമ്പോൾ അവൻ മാറി നിന്ന് അവന്റെ ബലത്തെ അവൻ കൂട്ടിക്കൊണ്ടിരിക്കുക.
അതനുസരിച്ച് ദൈവജനം അപ്പോൾ ഡബിൾ മടങ്ങ് ശക്തി നമ്മളും പ്രാപിച്ചോളണം. ഈ അത്യന്തം ശക്തി നമ്മുടെ സ്വന്തമല്ല. നമ്മൾ ദൈവസന്നി മുഴുവൻ കാൽ മടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നടന്നുകൊണ്ടേയിരിക്കും. ആ ശക്തി ദൈവജനം നമ്മൾ പ്രാപിച്ചെടുക്കണം. അല്ലെങ്കിൽ സാത്താൻ നമ്മളെ തോൽപ്പിക്കും, ഉറപ്പാ. ഏതെങ്കിലും മതത്തിൽ സാത്താൻ നമ്മളെ തോൽപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ടെംപ്റ്റേഷൻ ആയിരിക്കും പിശാച് തരുന്നത്. നമ്മൾ പിശാച് എന്ന് പറഞ്ഞു വിശ്വാസത്തോടെ, അതങ്ങ് പോയി ഇച്ചിരി കഴിയുമ്പോ അത് പോയി കൂടുതൽ ബലം പ്രാപിക്കുമെന്നാ വചനം പറയുന്നത്. അതിനായി ദൈവജനമേ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. നമുക്ക് വായിക്കാം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 4:7. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീയേ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. പക്ഷെ പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോൾ സാത്താൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് പിശാച് അലറിക്കൊണ്ട് ഓടിക്കൊണ്ട് പോകും. ഇത് ഞാനല്ല പറയുന്നത്, ദൈവവചനമാ പറയുന്നത്. ദൈവവചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരായി ചേരുവേ. ദൈവവചനം ഉള്ളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. പ്രാർത്ഥന ജീവിതത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഓ ലോക മനുഷ്യരുമായി ചങ്ങാത്തം കൂടി, ലോക മനുഷ്യരുമായി ജോക്ക് പറഞ്ഞ്, തമാശ പറഞ്ഞ്, നാളെ അതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് തലയും കുത്തി കിടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവസ്ഥാനത്തിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച്, ഓ അത്യന്തപരമായ ദൈവകൃപ ഉള്ളിന്റെ ഉള്ളിൽ പകർന്നുകൊണ്ട് സാത്താനോട് എന്നേക്കുമായി എതിർത്ത് നിന്ന് ഓ പിശാചിന്റെ തന്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു കളയുവാൻ, അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ മക്കളിൽ കൂടി ആഗ്രഹിക്കുന്നത്. ദൈവ പൈതലാണോ? പോരാട്ടമുണ്ട്. പോരാട്ടമില്ലാത്ത ആരുമില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും പിശാച് പരീക്ഷിച്ചു. ദുഷ്ടന്റെ തന്ത്രങ്ങളെ തകർത്തുടച്ചു കളയുന്ന ദൈവജനമേ, അവരുടെ ജീവിതത്തിൽ വാടാത്തൊരു കിരീടം തരുന്നത് കർത്താവുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയില് അവന്റെ തലയെ തകർത്തുടച്ചതുപോലെ ഇന്ന് രാത്രികാലം സാത്താന്റെ കോട്ടകളെ തകർത്തുടയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? പിശാചേ, നിനക്കെന്റെ ജീവിതത്തിൽ അധികാരമില്ല. പിശാചേ, നിനക്കെന്റെ കുടുംബത്തിൽ അധികാരമില്ല. പിശാചേ, നിനക്കെന്റെ ജോലിയിൽ അധികാരമില്ല. പിശാചേ, നിനക്കെന്റെ നിലനിൽപ്പിന്റെ മേൽ അധികാരമില്ല. ദൈവത്തിലേക്ക് നോക്കുന്നവരുടെ ജീവിതത്തിൽ അവനീതി സൂര്യൻ പ്രകാശിക്കുമെന്ന വചനം. ഇന്ന് രാത്രികാലം ദൈവസന്നി മുഴങ്കാൽ മടക്കിയിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശിത വശങ്ങൾ നിറവേറണം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവാ നമ്മുടെ ദൈവം. നമ്മള് സാധാരണ പോർക്കളത്തിൽ നാം പോരുതര വീരുതര എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടും. പിശാചിനെയൊക്കെ തുരത്തുന്ന പാട്ടുകളെല്ലാം നമ്മൾ പാടും. പക്ഷെ നമ്മളിരിക്കുന്ന പിശാചിന്റെ കഷത്തിന്റെ ഇടയിലാണ് നമ്മുടെ തല. ആ അവസ്ഥയല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനുണ്ട് എങ്കിൽ ആ ദേശത്തെ ദൈവം മുടിച്ചു കളയത്തില്ലെന്നാ വചനം പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടോ? നിന്റെ ദേശത്തിന് മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. നീ എവിടെ ഇരിക്കുന്ന ഒരു വിഷയമല്ല, നീ നോക്കിക്കാണുന്ന ദേശത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്.
നിന്റെ വിഷയങ്ങളെ ഒന്ന് വച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ ദേശത്തെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇതിന്റെ മേലെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതാണ്. പിശാച് നമ്മളെ തകർത്ത് ഉടച്ചു കളയുവാൻ നമ്മൾ അനുവദിക്കരുത്. പിശാചിനെ നമ്മൾ തകർത്ത് കളയുന്നവരായി തീരണം. 2 കൊരിന്ത്യർ 4:4 കൂടി വായിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ chapter 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിൽ കുരുടാക്കി. തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ലഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം വിലസി നടക്കുക. അവരെ നമ്മൾ തകർക്കണം. അവരെ തകർക്കുന്ന പ്രാർത്ഥന വീരന്മാരെയാ ദൈവത്തിന് വേണ്ടിയതാണ്. ദൈവകൃപ ദൈവകൃപ ദൈവകൃപ. ഏലിയാവിനെ ദൈവം ഉടലോടെ സ്വർഗത്തിലെടുക്കുമെന്ന് ഏലിശയോട് പറഞ്ഞപ്പോൾ ഏലിശ ഒരു കാര്യം പറഞ്ഞു. നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത് ചോദിച്ചപ്പോ ഒരു കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിശ ഉടനെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നീ ചോദിച്ചത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാ. നീ ചോദിച്ചത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഓ അല്ലയോ ഏലിശയെ, ഈ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഞാൻ പ്രാപിച്ചത് എങ്ങനെയെന്നറിയാമോ? ഞാൻ ദിവസങ്ങള് എന്റെ തലയെ മുഴങ്കാലിനിടയിലിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ഞാൻ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദേശത്തിന്റെ വിടുതലിനായി, ഓ ഈ ആത്മാവിന്റെ ഇരട്ടി പങ്കിനായി ഞാൻ മാസങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഭക്ഷണപാനീയങ്ങൾ വിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിലും നിന്റെ ആഗ്രഹത്തെ മാനിച്ച ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ അന്നേരം കിട്ടുമെന്ന് പറഞ്ഞു. എങ്കിൽ എന്ന രാത്രികാലം ദൈവത്തിന് ഇരിക്കുന്ന ദൈവജനമേ, ഘടക. നിങ്ങൾക്കറിയാമോ വേദപുസ്തക ചരിത്രം പറയുന്നത് ഏലിയാവിന്റെ മുട്ടുംകാല്, സ്തോത്രം, നോർമൽ കാലല്ല, ഒട്ടകത്തിന്റെ കാല് പോലെ. ഒട്ടകത്തിന്റെ കാല് പോലെ. ഒട്ടകത്തിന്റെ മുട്ട് നോക്കിയേ, കണ്ടിട്ടുണ്ടോ? ഒരു ഷൂ ഇട്ടതുപോലെ ആ മുട്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? തഴമ്പ. അത്രയും ഭാരമുള്ള ശരീരം അങ്ങോട്ട് മുട്ടുകുത്തി അങ്ങോട്ട് ഇരിക്കുന്നപ്പോ ഒരു തഴമ്പ് വരും അതിന്റെ ജീവിതത്തില്. അതുപോലെ മുഴങ്കാലിൽ നിന്ന് തഴമ്പ് പ്രാപിച്ചവനാ. അവൻ ഇരട്ടി പങ്ക് പ്രാപിച്ചുവെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചതാ. എന്ന് രാത്രികാലം ദൈവസന ഇരിക്കുന്ന ദൈവജനമേ, ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണോ? അഭിഷേകത്തിന്റെ ശക്തി വേണോ? പിശാചിനോട് എതിർത്ത് നിൽക്കണമോ? എങ്കിൽ അല്ല മുറിക്കിയ മതിയാകത്തുള്ളൂ. വിശ്വാസം വർദ്ധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. വിശ്വാസം വർദ്ധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. കോട്ടകളെ തകർത്തേ മതിയാകത്തുള്ളൂ. ആ വിചാരത്തെ ഉടച്ചേ മതിയാകത്തുള്ളൂ. ഓ പിശാചിന്റെ പോരുകളെ വലിച്ചെറിയേ മതിയാകത്തുള്ളൂ. ഈ ലോകത്തിന്റെ ദൈവം അനേകരുടെ കണ്ണ് കുരുടാക്കി വച്ചിരിക്കുക. അവരുടെ കണ്ണുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടി തുറപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എത്രവർ വിശ്വസിക്കുന്നു? മുഴങ്കാൽ മടക്കി പണി ചെയ്യുന്ന സമയത്താണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. പണിയിൽ ദൈവം മാറ്റം വരുത്തും. ജോലിയിൽ ദൈവം ഉയർച്ച തരും. എന്നും ഇങ്ങനെ കിടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഇത് നമ്മളെന്താണെന്നറിയോ? എന്റെ ദൈവമേ എനിക്ക് വയ്യേ, ഈ വയ്യേ 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 പറച്ചില്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മതിയാക്കുമോ? അന്ന് നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട്. എന്റെ ദൈവം തന്നു. എന്റെ ദൈവം എന്റെ ഈ കഷ്ടത മാറ്റിയിരിക്കുന്നുവെന്ന് സ്തോത്രം ചെയ്യാം. എന്റെ ദൈവം എന്റെ കഷ്ടത മാറ്റിയിരിക്കുക. ഓ ഈ മാസം തന്നെ മാറ്റിയിരിക്കുക. ഈ ആണ്ടിൽ തന്നെ മാറ്റിയിരിക്കുക. എന്റെ നിന്നലെ മാറ്റിയിരിക്കുക. എന്റെ വേദന മാറ്റിയിരിക്കുക എന്ന് വിശ്വസിക്കുന്ന
ദൈവവൈദ്യങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് അത്യന്തമായ ദൈവശക്തി. ഈ അത്യന്തമായ ദൈവശക്തി നമ്മുടെ ആരുടെ സ്വന്തമല്ല, പക്ഷെ നമ്മുടെ അവകാശമാണ്. ഈ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നതോ വെറും മൺകൂടാരത്തിലാണ്. ഈ അത്യന്തം ശക്തി വ്യാപരിച്ചിരിക്കുന്നത് മൺപാത്രങ്ങളിലാ. നിന്റെ ഒരു അവിശ്വാസം മതി 10 വർഷത്തെ നിന്റെ പ്രാർത്ഥന നിന്നു പോകാൻ. കഴിഞ്ഞ 1 മാസമായി ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് ദൈവം വിടുതൽ തന്നു എങ്കിൽ നാളെ അവിശ്വാസമായി എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ കൃപ അവിടെ മുരടിച്ചു പോകുക. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. സാത്താനെ, നിനക്ക് എന്റെ മേൽ അധികാരമില്ല. സാത്താനെ, നിനക്ക് എന്റെ മേൽ ഒരു ആധിപത്യവും സ്ഥാപിക്കാൻ കഴിയത്തില്ല. ഞാൻ ദൈവ പൈതലാ. ഞാൻ എന്റെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവനാ. ഞാൻ എന്റെ യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കപ്പെട്ടവനാ. എനിക്കുള്ളതെല്ലാം എന്റെ യേശുവിനുള്ളതാ. എന്റെ രോഗം, എന്റെ വേദന, എന്റെ കണ്ണുനീർ എന്റെ യേശു പൂർണ്ണമായി മാറ്റിയിരിക്കുക. വിശ്വാസമെന്ന് വർദ്ധിക്കട്ടെ. വിശ്വസിക്കുന്നവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. വാക്യങ്ങൾ ഒരുപാടുണ്ട്, സമയം അധികമായതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.